ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ വീട്ടിൽ പോയിരുന്നു, കായംകുളത്ത് പോയിരുന്നു. എൻ്റെ വീട്ടിൽ വാപ്പായെ കാണാൻ വേണ്ടി, സഹോദരങ്ങളെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇതെൻ്റെ മൂത്ത സഹോദരൻ്റെ വീടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇളയ ആളും താമസിക്കുന്നത്. രണ്ടുപേരും അടുത്തടുത്താണ്. അപ്പോൾ പോയത് 2-3 ദിവസം അവധി കിട്ടിയപ്പം അങ്ങനെ പോയതാണ്. പിന്നെ നോമ്പ് എല്ലാം അല്ലേ, അപ്പം വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നുള്ള കുറച്ച് വിശേഷങ്ങളും നോമ്പ് തുറപ്പും ഒക്കെയാണ്. നോമ്പ് 20-നുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പോയെങ്കിലും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ നോമ്പ് 20-നാകുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുള്ളൊരു നോമ്പ് തുറപ്പായിരുന്നു. അപ്പോൾ അന്നത്തേത് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ വരുന്നത്. അപ്പോൾ ഇളയ നാത്തൂന് കുറച്ച് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത്. രണ്ടുപേരും അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് രണ്ടിടത്തും നോമ്പ് ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ പൊരിക്കുകയാണ്, കറിയൊന്നും വെച്ചില്ല, പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനത് ചിക്കനൊക്കെ പൊരിക്കുകയാണ്. പിന്നെ മൂത്ത ആൾ അപ്പുറത്ത് പിന്നെ കുറച്ച് സമൂസയൊക്കെ ഉണ്ടാക്കി. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം കൊച്ചുമ്മായും മക്കളും മരുമക്കളും എല്ലാവരും വന്നിരുന്നു. അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് നോമ്പ് തുറപ്പ് അടിച്ച് പൊളിച്ചു ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വാപ്പായൊക്കെ പിന്നെ പള്ളിയിൽ പോയി നോമ്പ് തുറക്കാൻ വേണ്ടി വാപ്പായൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ആണുങ്ങൾ കുറച്ച് പേര് പള്ളിയിൽ പോയാണ് നോമ്പൊക്കെ തുറന്നത്. അപ്പോഴേക്കും രണ്ടുപേരും അടിപൊളിയായിട്ട് നോമ്പ് തുറപ്പിനുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമില്ലേ. അതേപോലെ കുറച്ച് കട്ട്ലറ്റ്, സമൂസ, പിന്നെന്താ പപ്സ്, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തങ്ങ ജ്യൂസും പിന്നെ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നോമ്പ് ഫസ്റ്റിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. തനിച്ചുള്ളത് കൊണ്ടാണ് പിന്നെ നോമ്പ് തുറപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്തത്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ എന്നാൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ അപ്പോഴെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ നോമ്പ് 20 കൊച്ചുമ്മയൊക്കെ വന്നു. അവർ കൊല്ലത്തുനിന്ന് കൊച്ചുമ്മയൊക്കെ വന്നു. നല്ല അടിപൊളി നാടൻ പഴുത്ത മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ഒരു മാങ്ങയ്ക്ക്. പിന്നെ പേരയ്ക്ക, മുന്തിരി, പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അടിപൊളി ചക്കയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. എൻ്റെ ഇളയ സഹോദരന് പിന്നെ ഒരാൾ കൊടുത്തതാണ്. അപ്പോൾ എനിക്കതിനെ ഇങ്ങ് തന്നിട്ട്, അപ്പോൾ ഞാനതിൽ നിന്ന് പകുതി അവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ടൈമായി. എല്ലാവരും അങ്ങനെ നോമ്പ് ബാങ്ക് വിളിക്കുന്നത് കാത്തങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തർ ഓരോന്നും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങളങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് നേരം എല്ലാവരും വെയിറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ച് വരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ മൂത്ത ആൾ കുറച്ച് മന്തിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചത് ആ മന്തിയൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് സമയമായപ്പോൾ മറന്നുപോയി. വരാനുള്ള ധൃതിയും എല്ലാം കൂടെ ഒക്കെ ആയിട്ടേ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞങ്ങളിത് ഒരു 8:30-9 മണി ആകാറായപ്പോഴേക്കും പോകാൻ ഇറങ്ങുകയാണ്. ഇതിപ്പം കൊച്ചുമ്മയൊക്കെയാണ് പോണത്. അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ അവർ കൊല്ലത്തോട്ടും പോയി, ഞങ്ങൾ തിരുവനന്തപുരത്തോട്ടും വന്നു. അപ്പോൾ ഇതൊക്കെയുള്ളൂ എൻ്റെ ചെറിയ നോമ്പ് തുറപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഒരു 11:30-11:45 ആയി. ഞങ്ങൾ കൊട്ടാരക്കര അടൂർ വഴി ആണ് ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വന്നത്.
മാഷാ അല്ലാ എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷങ്ങളായിരുന്നു. അപ്പം 2 ദിവസം കൂടെ ഒക്കെ നിൽക്കുന്നൊക്കെ പറഞ്ഞാണ്. മോന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ പോരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.